സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ക്ലാസ് എടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേൾക്കുകയായിരുന്നു. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടന്നെന്ന് കേട്ടാൽ പോലും കേസെടുക്കണമെന്നും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും സർക്കാരിനെ ഉപദേശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ എന്ത് കൃത്യമായ നിലപാടാണ് ആ ചെറുപ്പക്കാരന്? നീതി നിങ്ങൾ ചൂഷണം ചെയ്ത പെൺകുട്ടികൾ ഒഴികെയുള്ളവർക്ക് മാത്രം മതിയോ രാഹുലെ? കിട്ടുന്ന ക്യാമറകളിലെല്ലാം ഓടി നടന്ന് ദിവസം മുഴുവൻ രാഷ്ട്രീയ നൈതികതയും സദാചാരവും പഠിപ്പിച്ച ശേഷം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എത്ര രാത്രികളിൽ അയാൾ ഉറങ്ങിയിട്ടുണ്ടാകണം? പ്രശസ്തിയും പദവിയും തനിക്കപ്പുറം പ്രളയമെന്ന ഭാവവും തലയ്ക്ക് പിടിച്ചാൽ ഒരു മനുഷ്യന് എത്ര മോശമാകാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ദുർബലരായ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അധികാരം ആയുധമാക്കുന്ന എത്രയോ രാഹുൽ മാങ്കൂട്ടത്തിൽമാർ സദാചാരത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഈ നിമിഷവും തെരുവുകളിൽ കവലപ്രസംഗം നടത്തുന്നുണ്ടാകണം. നിയമത്തിന്റെ പഴുതുകൾ തേടുന്ന MLAക്ക് ആ സ്ത്രീയുടെ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഗത്യന്തരമില്ലാത്ത പ്രതിയുടെ ന്യായീകരണങ്ങൾ മനസ്സിലാക്കാം, പക്ഷേ അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് എന്തിനാണ്? പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ പക്ഷേ തന്റേതല്ല പോലും. സഭ്യതയുടെ ഭാഷയ്ക്ക് പരിമിതികൾ ഒരുപാടായതിനാൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. നെഞ്ചു വിരിച്ച് നേരിടുമെന്ന് വെല്ലുവിളിച്ചയാൾ നിന്ന നിൽപ്പിൽ ഓഫീസും പൂട്ടി മുങ്ങിയിട്ട് 2 രാത്രിയും 1 പകലും. ഈ ചർച്ചയിൽ ഇന്ന് അതിഥികളായി ചേരുന്നവർ: VK സനോജ് CPIM-ൽ നിന്നും, AM രോഹിത് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടത് നിരീക്ഷകൻ എന്നിവരാണ്. രോഹിത്തിലേക്കാണ് ആദ്യം പോകുന്നത്. രോഹിത്, ചോദ്യത്തിന് മുൻപ് ഒരു പ്രതികരണം കാണാം. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. ഇന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം, ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാൽ CPM-ന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്ന UDF കൺവീനറുടെ പ്രതികരണമാണ്. നോക്കൂ, ഈ സാഹചര്യത്തിലും ഈ ഘട്ടത്തിലും കെണിയെന്നും ഗൂഢാലോചനയെന്നും രാഷ്ട്രീയ നിർമ്മിതവും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് പാർട്ടിയിലെ വ്യക്തികൾ പറയുന്ന അഭിപ്രായത്തിനപ്പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്തരമൊരു ആരോപണം ആദ്യമായിട്ട് ഉയർന്നു വരുന്നത് റിനി ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് അവർ ആ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ആരെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടില്ല, അവർക്ക് പരാതിയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ അത്തരം ഒരു പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ആദ്യം തന്നെ നീക്കം ചെയ്തു. രണ്ടാമത് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇത്തരം ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക? അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ട അടൂർ പ്രകാശിന്റെ പ്രതികരണം അത് ഒരു ഉദാഹരണം മാത്രമാണ്. അടൂർ പ്രകാശിനെ പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതം, ഗൂഢാലോചന എന്നൊക്കെ വാദം ഉന്നയിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ നമ്മൾ ഇന്നത്തെ പകലിൽ കണ്ടു. VD സതീശൻ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ രോഹിത് ഇപ്പോൾ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം എന്നാണെങ്കിൽ ആ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെയും ഒന്നു തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതല്ലാത്തത് രാജ്മോഹൻ ഉണ്ണിത്താന്റേത് മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊരു അഭിപ്രായവും നേതാക്കൾക്കൊക്കെ ഓരോരോ അഭിപ്രായമാകുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വ്യക്തിയാണോ? അല്ല, ഒരിക്കലല്ലോ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിന്റെ അഭിപ്രായം പറയേണ്ടത് KPCCയുടെ അധ്യക്ഷനാണ്. ആ KPCCയുടെ അധ്യക്ഷൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി എല്ലാവരോടും കൂടിയാലോചിച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാടില്ല. ഇത് പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം
തെറ്റായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമേ നിലപാട് പ്രഖ്യാപിച്ചവരാണ്. Yes, രോഹിത് അന്ന് ഈ നോക്കൂ, വിഷയവുമായി ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാളെ സംരക്ഷിച്ചാൽ കോൺഗ്രസ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് തെറ്റായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത്. രോഹിത് പറഞ്ഞതുപോലെ അതെ അതെ അതെ, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചു. വളരെ നല്ല നിലപാടാണ്, സ്വാഗതാർഹമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. അങ്ങനെ ഞങ്ങൾക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? അന്ന് ഒരു പരാതിയില്ല, FIR ഇല്ല. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് ചില വസ്തുതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. അതെ ചെയ്തു. അതിനോട് ചേർത്താണ് എന്റെ ചോദ്യം. അപ്പോൾ വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അതിനോട് ചേർത്താണ് രോഹിത് പറഞ്ഞ അഭിപ്രായം. വളരെ പുരോഗമനപരമായ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിൽ പരാതി വരും മുൻപ് നിങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന ആ സ്വാഗതാർഹമായ നടപടി. അതിൽ തന്നെ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ പിന്നീടും സംരക്ഷിച്ചാൽ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതിനാലാണ് ആ നടപടിയെന്ന്. പക്ഷേ ഈ ഘട്ടത്തിലും കോൺഗ്രസ് അല്ല രോഹിത്, ചോദ്യം കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലും കോൺഗ്രസ് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. രോഹിത് 3 കാര്യം എണ്ണി പറഞ്ഞു. ആ നടപടികൾക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് MLA ആണല്ലോ. പാലക്കാട് MLA എന്നുള്ള നിലയിലോ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്നലെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ കാണാനില്ല. അത് രണ്ടാമത്തെ കാര്യം, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ നടപടി സ്വീകരിച്ചു, കോൺഗ്രസിലില്ല, കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? ഓരോ മുതിർന്ന നേതാക്കളും വന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഫേസ്ബുക്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തുന്ന വീഡിയോകൾ അയാൾ പ്രസിദ്ധീകരിക്കുകയാണ്. കോൺഗ്രസിനെ ഒന്നാകെ വെല്ലുവിളിച്ചു രോഹിത് അടങ്ങുന്ന കോൺഗ്രസിനെയാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോഴും നിങ്ങൾ മിണ്ടാതിരുന്നു. അങ്ങനെ ഒരാളെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങേണ്ടതില്ല. ഇപ്പോൾ രോഹിത് പറയുമായിരിക്കും വ്യക്തിപരം, പക്ഷെ ആ പാർട്ടിക്ക് വേണ്ടിയല്ലേ വോട്ട് തേടുന്നത്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഈ ചോദ്യം നേരിടേണ്ടി വരുമായിരുന്നോ? അല്ലോ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ, പാർട്ടിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും KPCCയുമാണ്. ആ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു നേതാവുമായി ബന്ധപ്പെട്ട് വേദി പങ്കിടുകയോ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ അദ്ദേഹം സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഉയർത്തുന്ന വാദത്തിന് കാരണമില്ല. കാരണം ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള സന്ദർശന പരിപാടികൾ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ആളുകൾ അദ്ദേഹവുമായി സഹകരിച്ചിട്ടുണ്ടാകും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹകരണമാണെന്നതിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന് ഈ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇങ്ങനെ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഈ അടൂർ പ്രകാശ് ഇപ്പോൾ പാർട്ടി വിരുദ്ധ നിലപാടായിരിക്കില്ലേ സ്വീകരിച്ചത്? അടൂർ പ്രകാശിനെതിരെ അപ്പോൾ നടപടി ഉണ്ടാകുമോ? കോൺഗ്രസിനെ ആകെ അപമാനപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു പാർട്ടി നിലപാടുണ്ടോ എന്നൊന്നും പറയേണ്ട ആളല്ല ഞാൻ. രോഹിത് പറഞ്ഞ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നിലപാട് വന്നു കഴിഞ്ഞല്ലോ, അതിനെതിരല്ലേ ഇപ്പോൾ അടൂർ പ്രകാശ് സംസാരിച്ചത്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്നതും ഇവിടെ സംസാരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നിലപാട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാടില്ല. ശരി, അപ്പോൾ ബാക്കിയൊക്കെ അദ്ദേഹം വ്യക്തിപരമായി വന്നു എന്നുള്ളതാണ്. ഞാൻ ലാൽകുമാറിലേക്ക് പോകുകയാണ്. ലാൽകുമാർ, കോൺഗ്രസ് സ്വീകരിക്കാവുന്നതൊക്കെയും സ്വീകരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറം അദ്ദേഹം വ്യക്തിപരമായ ചില പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തു എന്നതുകൊണ്ട് കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നൊരു വ്യാഖ്യാനം നൽകേണ്ടതുണ്ടോ? ഇവിടെ ഇതിനെ കാണേണ്ടത് അങ്ങനെയല്ല. ഇപ്പം രോഹിത് സത്യത്തിൽ വളരെ മിതഭാഷിയായി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച രീതിയിലും ഭാവത്തിലും അല്ല രോഹിത് സംസാരിച്ചത്. നോക്കൂ, ഈ പറയുന്ന ആളെ പുറത്താക്കി. ആരെ? രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷന് ശേഷം ഇയാൾ നിയമസഭയിൽ വന്നു. നിയമസഭയിൽ വന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂട്ടത്തിലാണ്. അതെങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂട്ടത്തിലേക്ക് വരാൻ കഴിയും? ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അച്ചടക്കലംഘനം നടത്തിയോ ഇല്ലയോ? അതുമായി ബന്ധപ്പെട്ട ഒരു അച്ചടക്കലംഘനം നടത്തി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ? അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു കാര്യം കൂടി ഇല്ലേ? ഇതാണ് സത്യം. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയായിരുന്നു, പേര് ഞാൻ പരാമർശിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിൽ മാത്രമാണ്, അദ്ദേഹം പാർട്ടിക്ക് പുറത്തല്ല. അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പോരാടും. ആർക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്?
ഈ പറയുന്ന ഈ തോന്നിവാസം തെമ്മാടിത്തരമെല്ലാം കാണിച്ച് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയാൽ ഈ പയ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇയാളെ ഇതിൽ നിന്ന് മാറ്റിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് ദണ്ഡിയാത്രയ്ക്ക് പോയതുകൊണ്ടൊന്നും അല്ലല്ലോ. ഇല്ല, ഇവിടുന്ന് നടക്കാൻ അങ്ങോട്ട് ദൂരം ഉള്ളതുകൊണ്ട് എന്നാൽ ഇവിടെ ആൾ ഇല്ല, എന്നാൽ പിന്നെ വേറൊരാളെ ആക്കിയേക്കാന്ന് ആക്കിയതല്ലോ അല്ലേ. ശുദ്ധ തോന്നിയവാസം, ശുദ്ധ തെമ്മാടിത്തരം, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇവർക്ക് തന്നെ താങ്ങാൻ വയ്യാതെ വന്ന് അവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രതിഷേധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി. ആ സ്ത്രീകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങി ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ സൈബർ വെട്ടിക്കൂട്ടങ്ങളെല്ലാം കൂട്ടി ഇവരെ വി ഡി സതീശനെ ഉൾപ്പെടെ ഓടിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധ്യത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ, ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് നടന്നത് ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് എന്താണ്? ഒരു പെൺകുട്ടി പരാതിക്കാരിയായി വന്നു എന്നുള്ളതാണ്. ആ പെൺകുട്ടി പരാതിക്കാരിയായി വന്ന ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എന്നാണ് ശബ്ദമില്ലാത്തത്? കാരണം അദ്ദേഹത്തിന് ശബ്ദമില്ലാത്തതിന് കാരണം അദ്ദേഹത്തെ ഇവരെല്ലാം കൂടെ നേരത്തെ തന്നെ ഒതുക്കി എന്നുള്ളതാണ്. ഈ പറയുന്ന വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനം ഇഫക്റ്റീവായി കോൺഗ്രസിനകത്ത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ KPCC പ്രസിഡന്റോട് ചോദിച്ചോ എന്ന് പറയുന്നതിന് കാര്യം അതാണ്. കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനകത്ത് നടന്നിട്ടില്ല. അതിന് കാരണം ഷാഫി പറമ്പിലും ഈ പറയുന്ന കൂട്ടരെല്ലാം കൂടെ ചേർന്ന് ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വി ഡി സതീശന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്തു. വി ഡി സതീശന് ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പദവി ഉണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യവും നടക്കാത്ത രീതിയിലേക്ക് ഇത് മാറി. നോക്കൂ, ഇന്നലെ സുധാകരൻ പറഞ്ഞ എന്താണ്? സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഘടകവിരുദ്ധമായിട്ടാണ് ഉണ്ണിത്താൻ പറയുന്നത്. അതിൻ്റെ നടുക്ക് നിൽക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരൻ എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് സുധാകരൻ അല്ലെന്നും കൂടെ പറയുന്നുണ്ട്. ഇല്ലേ? ഇത്രയും ഡെവലപ്മെൻറ്റ് ഇതിനകത്തുണ്ട്. നോക്കൂ, ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയം ഇവിടെ ഒരു പരാതിക്കാരിയില്ല. പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ടാണ്, പരാതിക്കാരിയില്ല, നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പലരും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഒരത്ഭുതം തോന്നിയില്ല. കാരണം അടൂർ പ്രകാശ് അതൊക്കെ പറയും. കാര്യം അടൂർ പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പറയുന്നതിന് ഒരു മടിയില്ലാത്ത ആളായിട്ട് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടൊരാളാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ്സുകാർ മൊത്തം ഒന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞപ്പം അടൂർ പ്രകാശ് സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല അടൂർ പ്രകാശ് സപ്പോർട്ട് ചെയ്തതിന്. അടൂർ പ്രകാശ് പറഞ്ഞാൽ എന്താ? ഈ മറ്റുള്ള കേസിൽ ഗൂഢാലോചനകൾ നടക്കും, ഇലക്ഷൻ വരുമ്പോൾ ഗൂഢാലോചന നടക്കും. ഇയാൾ ബെയിൽ ആപ്ലിക്കേഷനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരൂടെ കയറിപ്പോകും, അതുകൊണ്ടാണ് നമ്മളുടെ സംഘപരിവാർ ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അവരിതിനെ കോൺസ്പിറസിയിൽ ഭാഗമാണെന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടാ CPM എന്നാണ് അവിടെ റോള്? ചുമ്മാ ഇത്രേ ഉള്ളൂ സാധ്യത. വളരെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് ഒരു ന്യായം പറയാനില്ല. എല്ലാ ഒഫൻസുകളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു. ഈ ഓഡിയോ ക്ലിപ്പുകളും എല്ലാ സാധനങ്ങളും വെളി വന്നു. മാധ്യമപ്രവർത്തകരുടെ കയ്യിലെല്ലാം ഇതിരിപ്പുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ പട്ടിക്കുറുക്കൻ്റെയിലും ഇതിരിപ്പുണ്ടെന്നുള്ള അവസ്ഥയായി ഈ സാധനം. ഇതിൽ നിന്ന് ഓടിച്ചോടിപ്പോകാൻ പറ്റത്തുമില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? പിന്നെ മിണ്ടാതിരിക്കുക. ഇപ്പം പരാതിക്കാരി ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ഇപ്പോൾ ഒരു പരാതിക്കാരി വന്നിരിക്കുന്നു. ഇപ്പോൾ പരാതിക്കാരിക്കാണ് പ്രശ്നം. അവർ കല്യാണം കഴിച്ചതാണോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച അവർ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിലേക്ക് വേണമെങ്കിൽ ഞാൻ വരാം, എനിക്കത് മടിയില്ല വരുന്നതിന്. കാര്യം എനിക്കത് ഡിസ്പ്യൂട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പരാതി എന്താണ്? ഒരു പെൺകുട്ടി വന്നു പറയുകയാണ് പാലക്കാട് MLA എന്ന് വെച്ചാൽ നിയമസഭയിൽ ലോ മേക്കർ അവരെ ബലാത്സംഗം ചെയ്തു. റേപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെയും ഡിസ്പ്യൂട്ട് ആക്കിയെടുക്കാം. ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് അങ്ങനൊരു പരാതി വരുന്നു. എന്താണ് നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ്? പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കേസുണ്ട്. കാര്യം പെണ്ണ് പരാതിക്കാരിയായിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. ആരാണ് ബെസ്റ്റ് വിറ്റ്നസ്? ഒരു കേസിലെ ബെസ്റ്റ് വിറ്റ്നസ് ആരാ? അതിൻ്റെ വിക്റ്റിമാണ്. അതിനകത്തെ അതിജീവിതയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ മൊഴി കൊടുക്കാൻ. അതിനാണ് നമ്മൾ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത്. ആ ഐ വിറ്റ്നസ് എന്ന് പറയുകയാണ് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്. കോടതിയിൽ 164 കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നു. പോലീസ് എന്തായാലും പഴയ 161 നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ ഇയാൾ റേപ്പ് ചെയ്തു, അവരുമായി ബന്ധപ്പെട്ട ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നു. ആ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഇവരെ സെക്ഷലി എക്സ്പ്ലോയ്റ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ നോക്കുന്ന എന്തോരം വലിയ ക്രിമിനൽ കാര്യങ്ങളായി നടന്നിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഒരു കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിൽ തുടങ്ങി
അപ്പോൾ അവരുടെ ചാറ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ അത് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെന്ന് വേണമെങ്കിൽ മേക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ കുഴപ്പം എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതെന്നൊരു പ്രശ്നമുണ്ട്. ആ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റേപ്പ് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. ഇതിന് പ്രശ്നം ഒതുങ്ങിയെന്ന് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ഈ ഫോട്ടോയും വീഡിയോഗ്രാഫും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ പെൺകുട്ടി പറയുന്നതാണ്, എൻ്റെ തെളിവില്ല. ആ പെൺകുട്ടി പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് അവർ ഇയാൾ ഫോട്ടോയും വീഡിയോഗ്രാഫും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു വെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ആ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പം പിന്നെ ഇവർ ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ വില്ലോട് കൂടിയാണോ ഇന്റർകോഴ്സ്? കൺസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫ്രീ വില്ലെന്നാണ്. യു ആർ എക്സസൈസിങ് യുവർ ഫ്രീ വിൽ. വോളണ്ടറി ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ കൺസെന്റ് ആവത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കുറച്ച് വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്ക് ഇന്നത് വന്നില്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ അവർ വരുമായിരിക്കാം. നിങ്ങൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂസമായിട്ടുള്ള ഒരു ക്രൈമിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ദേഹത്ത് മുറിവോ അല്ലെങ്കിൽ ഈ പറയുന്ന മോശമോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ കുഴപ്പം അവളുടെ മെൻ്റൽ ഫാക്കൽറ്റി അവിടെ ഇല്ല. കാര്യം അവൾ പേടിച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ആശയം. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഈ പറയുന്നത് എല്ലാ വൃത്തിയായ ഒരു പരാതിയുണ്ട്. അതിന് മറുപടി എന്താ യു ഡി എഫിൻ്റെ ആൾക്ക്? അത് ഓരോ പ്രാവശ്യവും വരുമ്പം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണോ അസിത ഈ വിഷയം ആദ്യം ഉണ്ടായത്? ഇത് 4 മാസം 5 മാസമായി ഇത് ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്താണോ പറഞ്ഞത്? അല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാട്സപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൂടെ കണ്ടു. മാർച്ചിൽ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു. മാർച്ചിൽ ഭാരത് ജോഡോ യാത്രയുടെ അവസാനം നടക്കുകയാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതനിരപേക്ഷ രാജ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വർഗീയതയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ വലിയ വേറെ പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും തള്ളിക്കളയാനും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനും ഇവർക്ക് പറ്റിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇയാളെ എടുത്ത് കളയുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഒരു സെക്കൻഡ് കൂടെ എനിക്ക് ഈ പറയുന്ന ഇന്നലെ ഒരു നേതാവായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സത്യത്തിൽ ജനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അയാൾ. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയാൽ കോൺഗ്രസിന് ഒരു ചുക്കം സംഭവിക്കത്തില്ല. പക്ഷെ കുഴപ്പം എന്നറിയോ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രശ്നം വരുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. കാര്യം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവരെ പേടിയാ. അപ്പൊ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒബ്ലൈജ്ഡ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്ത് അന്തരീക്ഷമാണുള്ളത്? അതൊക്കെ ജനം കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അടൂർ പ്രകാശ് വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. ഇത്രയും നീചപ്രവൃത്തി നടത്തിയ ഒരാൾക്ക് അനുകൂലമായി സംസാരിക്കേണ്ട സാഹചര്യം ഈ പൊതുപ്രവർത്തകൻ എങ്ങനെ വരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടിലും മോശമാണ് മറ്റൊരു ഞാൻ പറയും. അങ്ങനെ ഒരു സാഹചര്യം വരുന്നു എന്നത് ഇത് ഒരു വലിയ ചെയിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൃത്യമായി കോൺഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ രോഹിത്തിനെ വെച്ച് പറഞ്ഞല്ല, രോഹിത് സത്യം പറഞ്ഞാൽ ഇച്ചിരി മാന്യമായിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. സംസാരിച്ചതിനകത്ത് പോലും അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കകത്തൊരു മാന്യത ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ രോഹിത് പറയുന്ന ഭാഷയിലല്ല ബാക്കിയുള്ളവർ പറയുന്നത്. കംപ്ലൈന്റ് കൊടുത്തില്ലല്ലോ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കംപ്ലൈന്റ് കൊടുത്തല്ലോ. മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എന്താണ് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ കുഴപ്പം? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്നു. ഒരു ഉദാഹരണം, ഈ നേതാക്കളുടെ നിലപാട് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ എന്ന് സമൂഹത്തെ കൊണ്ട് പഴി കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വി കെ സനോജ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പോകുമ്പോൾ ഇപ്പോൾ ലാൽകുമാർ അതിന്റെ ചെറിയ ഭാഗങ്ങൾ പറഞ്ഞു. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഈ വ്യക്തിയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. RSS അല്ലെങ്കിൽ BJP എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർത്ത് പറയുന്നതിനോടൊപ്പം CPIM എന്നൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ CPIMന്റെ ഗൂഢാലോചന എന്ന നിലയിൽ കൂടി താങ്കൾ കണ്ടിരുന്നു. CPIMന് ഇതിൽ എന്ത് റോളുണ്ട് വി കെ സനോജ്? ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പറ്റം നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇതേ വാദങ്ങൾ തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പല വിധത്തിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സൈബർ അണികൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാർ തന്നെ ഈ പെർവെർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാദമുഖങ്ങൾ നിരത്തുന്നു. അതിലൊന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തത്. മറ്റൊരു കാര്യം അവർ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ്, അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ നീക്കമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നൊരു കേസാണല്ലോ. പിന്നെ അവർ ഉന്നയിക്കുന്നൊരു വാദം ഇത് വൈകിപ്പോയി പരാതി കൊടുക്കാൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വൈകിപ്പോയത്? എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ആ പെൺകുട്ടിക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് കൊടുക്കാമെന്ന് ആ കുട്ടി കരുതിയിട്ടുണ്ടാവുക? എല്ലാത്തിനും ഇവിടെ ഉത്തരവുണ്ടല്ലോ. ഏത് കാര്യത്തിനാണ് ഉത്തരവില്ലാത്തത്? ഒന്നാമത്തെ കാര്യം നോക്കിയാൽ മതി, അയാളൊരു MLA ആണ്.
അയാൾ ഈ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതിയുമായിട്ടൊരു പെൺകുട്ടി പോകുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് ആലോചിക്കേണ്ടി വരില്ലേ? സൈബർ ഇടത്തിൽ എത്ര മോശം നിലയിലാണ് ആ പെൺകുട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആക്രമിക്കപ്പെട്ടത്. മാത്രമല്ല നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയല്ലോ. എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു മിനിറ്റ് മതി എന്നൊക്കെയുള്ള വീഡിയോ ഓഡിയോ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ പേടിയുണ്ടായിട്ടാവാം. അതിന് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തണോ? വൈകിയാണെങ്കിൽ വൈകിയെങ്കിലും പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ കൂടെയല്ലേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കേണ്ടത്? പക്ഷെ അവരത് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പെർവർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ ഈ പരാതി കൊടുത്ത അതിജീവിതയുടെ കൂടെയാണോ എന്ന കാര്യത്തിൽ നിങ്ങൾ തീർത്ത് പറയേണ്ടതുണ്ട്. പറയുമ്പോൾ ഞങ്ങളിതാ നടപടിയെടുത്തു, പണ്ടേ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്ത് നടപടി എടുത്തത്? കടലാസിൽ നടപടി എഴുതിയിട്ട് വായിച്ചാൽ നടപടിയാവുമോ? ഇയാൾ നിയമസഭാ സമ്മേളന ദിവസം അവിടെ ഇയാൾ അനുഗമിച്ചതാരാ? യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വീകരണം കൊടുക്കുന്ന ആരാ? പാലക്കാട് എത്തുമ്പോഴേക്ക് ഷാലണിയിക്കുന്നു, MLA ഓഫീസിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പോകുന്നിടത്തെല്ലാം വാഹനങ്ങളിൽ അകമ്പടിയായി പോകുന്നു. ഇപ്പോൾ ഒടുവിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യുന്നു, അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പങ്കെടുക്കുന്നു, യൂത്ത് ലീഗിൻ്റെയും പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു, UDFൻ്റെ പൊതുയോഗ വേദിയിൽ ഉണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് പുറത്താവുന്നത്? എവിടെയാണ് അയാളെ മാറ്റി നിർത്തിയത്? അപ്പോൾ മാറ്റി നിർത്തിയെന്നെല്ലാം പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അപ്പോൾ മാറ്റി നിർത്തിയിട്ടില്ല. കോൺഗ്രസ് അയാളെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ് രാഷ്ട്രീയ പ്രേരിതമെന്ന്. ഈ രാഷ്ട്രീയ പ്രേരിതമൊക്കെ പറയേണ്ടെങ്കിൽ ഒന്നിക്കൽ ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ 2-3 മാസമായിട്ട് അയാൾക്കെതിരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വോയിസ്, ഏതെങ്കിലും ഒരു ആരോപണം നിഷേധിച്ചുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇത് എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്. ഇത് പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയാനുള്ള ചങ്കുറപ്പോ ധൈര്യമോ കാണിക്കാത്ത ഒരാളാണ് ഈ രാഹുൽ. എന്നിട്ട് ഇപ്പോൾ പരാതി കൊടുത്തപ്പോൾ പറയുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ കാര്യമില്ലല്ലോ. അപ്പോൾ ആ വാദമൊന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഇതൊന്നും ആരും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗത്തിന് ഇയാളെ സംരക്ഷിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇയാൾക്ക് വേണ്ടിയിട്ട് വാർ റൂം തുടങ്ങി കോൺഗ്രസ്. ആരാ അതിന് നേതൃത്വം കൊടുക്കുന്നത്? അത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ ടീമാണ്. രാഹുലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ. അപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ്. ഒരു ഘട്ടത്തിലും ഇയാളെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. K. സുധാകരൻ ജനപ്രതിനിധി MP ആണ്, ചേർത്ത് പിടിക്കുന്നു. അടൂർ പ്രകാശ് ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം KPCC പ്രസിഡൻ്റാണോ അല്ലെങ്കിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണോ? എന്നാണ് ഉത്തരം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫി, രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൻ്റെ കൈകളിലേക്ക് മാറി. ഒരു പറ്റം ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസെടുത്താലും ഇനിയിപ്പോൾ അയാൾ ജയിലിൽ പോയി കഴിഞ്ഞാലും ജയിലിൽ പോയി മാലയിടാനും സ്വീകരിക്കാനുമെല്ലാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആളുകൾ തയ്യാറാവും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളോടാണ്. അന്തസ്സും ആത്മാഭിമാനവുമുള്ള ആരെങ്കിലും കോൺഗ്രസിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ സൈക്കോപാത്ത് ക്രിമിനലിനെ, ഈ പെർവർട്ടിനെ പരസ്യമായി പുറത്താക്കി പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരരുത് എന്ന് പറയാൻ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിലുണ്ടോ? നിങ്ങളത് പ്രകടിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ മടങ്ങി വരാം. രോഹിത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ആരോപണങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്നില്ല. അദ്ദേഹം എല്ലാം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. ആകെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അതെന്തായാലും നിയമത്തിന്റെ വഴിയിലാണല്ലോ, അത് അങ്ങനെ തന്നെ വരട്ടെ. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്നുള്ളത് രോഹിത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി
കുടുംബ പ്രശ്നങ്ങൾ തന്നോട് പറയാനാണ് അത്ര ആദ്യമായി ഈ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ചു തുടങ്ങുന്നത്. പിന്നീട് അത് പതിയെ സംസാരിക്കുന്നു. ആ കുട്ടി കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടത് MLA എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കുട്ടത്തിനോട് പറയുകയാണ്. പിന്നീട് അത് ഗ്രാജുവലി ഒരു റിലേഷൻഷിപ്പായി വളരുകയും സെക്ഷൽ റിലേഷനിലേക്കൊക്കെ പോകുകയും ചെയ്തു എന്നുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് നോക്കൂ, ഇപ്പോഴും കോൺഗ്രസിന്റെ ബാനറിൽ നിൽക്കുന്ന MLA ആണ് രാഹുൽ മാങ്കുട്ടത്തിൽ. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ജനപ്രതിനിധികളോട് ഇത്തരം വിഷയങ്ങൾ പങ്കുവെക്കേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകളൊക്കെ പെൺകുട്ടികളെ ഈ നിലയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എവിടെ പോയി നിൽക്കും രോഹിത് കാര്യങ്ങൾ? ഇപ്പോൾ രോഹിത്തും ഒരു ചെറുപ്പക്കാരനല്ലേ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ലേ. രോഹിത്തിനോട് ഒരാൾ ഏതെങ്കിലുമൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറയാനായി സമീപിച്ചാൽ ഇങ്ങനെയാണോ അയാളെ ആശ്വസിപ്പിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് രോഹിത്ത്? എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇനിയും ഓൺ ചെയ്യുന്നത് രോഹിത്ത്? പുറത്താക്കിയെന്ന് പറഞ്ഞാലും വാസ്തവം എന്താണെന്നുള്ളത് രോഹിത്തിനും അറിയാമല്ലോ. എന്തിനാണ് നിങ്ങൾ ഇനിയും ഈ ഭാരം ചുമക്കുന്നത്? അസിത, ഞാനിവിടെ ഈ ലാൽകുമാറിന്റെയും DYFIയുടെ നേതാവ് സനോജിന്റെയും അവരുടെ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ കേൾക്കുമ്പോൾ ചിരി വരികയാണ്. എന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയാം, ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരാൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പറ്റി, എന്നാൽ നിങ്ങൾക്കും ഉണ്ടല്ലോ എന്നുള്ള ആരോപണം തിരിച്ചുന്നയിക്കുന്ന ഏതായാലും രാഷ്ട്രീയ സംസ്കാരം എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. കാരണം എന്താ അറിയോ, ഇതൊക്കെ പറയാൻ ഇപ്പൊ ഞങ്ങളെ ഇവിടേക്ക് ഇത് നിങ്ങളിവിടെ സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഈ വിഷയത്തിനകത്ത് എടുത്തൊരു നിലപാടുണ്ട്. ഞാൻ പൂർത്തീകരിച്ചോട്ടെ. എടുത്ത നിലപാടുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിട്ടില്ല, ഞങ്ങൾ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്ന തരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ 3 ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ട ഒരാളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതുപോലൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സനോജ് DYFIയുടെ നേതാവല്ലേ? ഇവിടെ MLAക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന മറ്റൊരു MLA ഉണ്ടായിരുന്നു. ഞാനിതൊന്നും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്ന് ആഗ്രഹിച്ചതല്ല. ഷൊർണൂർ MLA ആയിരുന്ന ശശിക്കെതിരെ ഇതേപോലെ ആരോപണം ഉയർന്നപ്പോൾ നിങ്ങൾ എടുത്ത നിലപാടെന്താ? നിങ്ങളുടെ പാർട്ടി എടുത്ത നിലപാടെന്താ? അന്ന് നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പരാതിയെ കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എവിടെയെങ്കിലും അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ശ്രീമതി ടീച്ചറിനെയും AK ബാലനെയും തീവ്രം അളക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനുമായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ? ആ അളന്ന മെഷീനുമായി AKG സെന്ററിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് തീവ്രത കുറഞ്ഞ പീഡനമാണ്, അതുകൊണ്ട് നടപടി വേണ്ട എന്ന തരത്തിലുള്ള നിലപാട് KPCCയുടെ ഇന്ദിരാവിലിരിക്കുന്ന KPCCയുടെ അധ്യക്ഷൻ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊന്നും നിങ്ങൾ ആ തരത്തിൽ കോൺഗ്രസിന് ഏതായാലും ഈ വിഷയത്തിനകത്ത് നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂടാരത്തിലുള്ള MLA മുകേഷ്, സനോജ് എന്താ പറയാത്തത്? ഇത്രയും നേരം രാഷ്ട്രീയ ആരോപണം നിലയിൽ രോഹിത് അത് പറഞ്ഞു, ശരിയാണ്. സനോജ് മറുപടി പറയട്ടെ. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. രോഹിത് പറയാൻ അവകാശം ഉണ്ടോ കൂടി പറയണം. അല്ല, ഒരു മിനിറ്റ് സനോജ്. രോഹിത് ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഒരു നിമിഷം സനോജ്. രോഹിത് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സനോജ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി റേസ് ചെയ്യുന്ന സമയത്ത് രോഹിത്തിന് മറിച്ച് ഇപ്പോൾ രോഹിത് പറഞ്ഞ പേരുകളൊക്കെ ഉയർത്തിക്കാട്ടി ഒരു ചോദ്യം ചോദിക്കാം. പക്ഷേ പൊതുസമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കുട്ടലിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയില്ലല്ലോ, CPM ആളുകൾ ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. രോഹിത്തിന്റെ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ. പക്ഷേ ഒരു മിനിറ്റ് രോഹിത്, ചോദ്യം. രോഹിത് ഈ ചർച്ചയിൽ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോൺഗ്രസ് ആദ്യം തന്നെ പരാതി വരുന്നതിന് മുൻപ് ഒരു നിലപാട് സ്വീകരിച്ചു എന്ന വാദത്തിൽ മാത്രം നിൽക്കാനാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗൗരവതരമായ രീതിയിലേക്ക് പ്രശ്നം മാറിയിട്ടുണ്ട് രോഹിത്. അതിന്റെ ഗ്രാവിറ്റി വലുതാണ്. അതാണ് ഞാൻ മുൻപ് ചോദിച്ചത്. ഒരു ജനപ്രതിനിധിയോട് ഒരു യുവതി, ഒരാൾ ഇങ്ങനെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനായി അവരെ സമീപിക്കുമ്പോൾ പതിയെ ഇത്തരത്തിലുള്ള സെക്ഷൽ താല്പര്യങ്ങൾ വെച്ച് അവരെ ആ ഒരു നിലയിലേക്ക് മാറ്റുകയാണോ വേണ്ടത്? അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. രോഹിത് ഉൾപ്പെടെ സനോജ്, നിങ്ങളൊക്കെ ചെറുപ്പക്കാർ കൂടിയാണല്ലോ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെ മാറിയാൽ അപ്പോഴും രാഹുൽ മാങ്കുട്ടത്തിന്റെ ടാഗ് ലൈൻ എന്താണ്? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു നിങ്ങൾ, സസ്പെൻഷൻ എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന്റെ MLA എന്നുള്ള നിലയിൽ തന്നെയാണ് രോഹിത്. ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്താൽ നാറുന്നവനെ താങ്ങിയാൽ എന്നൊക്കെ പറയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നാറുന്നത് വീണ്ടും? ഇവിടെ കോൺഗ്രസ് പാർട്ടി ഏതായാലും നാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അസിത ഇവിടെ ചോദിച്ചല്ലോ പൊതുസമൂഹം നിങ്ങളെ കുറിച്ച് എന്ത് കരുതുമെന്ന്. പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്. ഒരു പരാതി ഇല്ലാത്ത സമയത്ത്, ഒരു FIR ഇല്ലാത്ത സമയത്ത് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്. ഇനിയിപ്പോ കേസ് കോടതിയിലേക്ക് വരികയാണല്ലോ. കേസ് കോടതിയിൽ വരുമ്പോൾ
ആ കേസിനകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾക്കനുസരിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യും. അത് പറയേണ്ടത് നേതാക്കന്മാരാണ്. അതിന്റെ നിലപാട് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ KPCC ആണ്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അത് ആ തരത്തിലുള്ള നിരീക്ഷണം നടത്തുന്നുണ്ടാവും ഈ കേസുമായി ബന്ധപ്പെട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏതായാലും ആളുകളെ ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന ആളുകളെ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിർത്തുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ മുകേഷ് MLA വിഷയത്തിൽ CPM-ന്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി വിധി വരട്ടെ എന്നാണ്. ഏതായാലും ആ സമീപനമൊന്നും ഞങ്ങൾ ആരും സ്വീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് AKG സെന്ററിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു നിയമസഹായം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു വക്കീലെ ഞങ്ങൾ വെച്ചിട്ടുണ്ടോ? അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അദ്ദേഹം കേസ് നടത്തുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതിനനുസരിച്ച് KPCC നിലപാട് സ്വീകരിക്കും. അപ്പൊ അപ്പോഴും ഞാൻ ചോദിച്ച വിഷയത്തിലേക്ക് രോഹിത് വന്നില്ല. അത് വരണ്ടാൻ തീരുമാനിച്ചതാണോ ഈ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2 തവണ ഒരേ വിഷയം റൈസ് ചെയ്തു രോഹിത്, ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടായ ഒരു ഇടപെടലിനെ കുറിച്ച്. ആ വിഷയത്തിൽ രോഹിത് ഒരു കമന്റും പറഞ്ഞില്ല. നിങ്ങൾ ഇപ്പൊ ഒരു പരാതി ഈ പറഞ്ഞ പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്. പരാതി കോടതിയിൽ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് എന്ത് സംഭവിക്കും? കോടതി എന്ത് നിലപാട് സ്വീകരിക്കും? എനിക്ക് നിങ്ങളുടെ നിലപാടാണ് രോഹിത് അറിയേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ വായിച്ച കാര്യം അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കുടത്തിൽ തന്നെ പറയുന്നതാണ്. ഇങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത്, ഇങ്ങനെയാണ് അവരിലേക്ക് റിലേഷനിലേക്ക് പോയത് എന്നുള്ളത് രാഹുൽ തന്നെ പറയുന്നതാണ്. ആ കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? രാഹുൽ മാക്കൂട്ടം പെൺകുട്ടിയെ എങ്ങനെ പരിചയപ്പെട്ടു, എന്തൊക്കെ സംസാരിച്ചു എന്നൊന്നും അറിയേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മനസ്സിലാക്കിയ കഴമ്പുണ്ടല്ലോ, അതൊരു അനുകരണീയമായ മാതൃകയാണോ? അല്ല, അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നല്ല, ഒരു സമൂഹത്തിന്റെ ഒരു സ്ഥലത്തിലും അനുകരണീയമായ മാതൃക അല്ലല്ലോ. അത് ക്ലിയർ. അപ്പോഴാണ് രോഹിത് നേരത്തെ പറഞ്ഞൊരു പ്രശ്നം, ഈ പുറത്താക്കിയെന്ന് രോഹിത് ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അന്ന് KPCC അധ്യക്ഷന്റെ ഒരു ഒറ്റ വരിയിൽ ഒരു വരി പറഞ്ഞു പോകുകയാണ്, സസ്പെൻഷൻ എന്നുള്ളത്. ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനങ്ങൾ കാത്തിരിക്കുന്നവരല്ലോ. അപ്പോൾ ഈ വാർത്തകൾ നിരന്തരം ഫോളോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷൻ പറഞ്ഞ ഒരു വരി സസ്പെൻഷൻ അവർ കേട്ടിട്ടുണ്ടാകില്ല. പക്ഷേ അവർ കാണുന്നത് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ലീഗിന്റെ വേദികളിലും ഈ പഞ്ചായത്ത് റോഡുകളുടെ ഉദ്ഘാടന വേദിയിൽ രാഹുലിനെ തലയിലേറ്റി പോകുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളൊക്കെയാണ്. അപ്പോഴോ? അല്ല, അദ്ദേഹം പാലക്കാടിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാവുന്നുണ്ടാവും. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും വേദിയോ, അത് DCC ആണെങ്കിലും അതുപോലെ KPC ആണെങ്കിലും ബ്ലോക്ക് തല മണ്ഡലം തലത്തിലുള്ള ഒരു വേദിയിലും അദ്ദേഹം ഇതുവരെയായിട്ട് പങ്കെടുത്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം അവിടെ ആ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. അത് കോൺഗ്രസിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണെന്നുള്ള വാദത്തോടൊന്നും യോജിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നിലപാട് കോൺഗ്രസ് അതിൽ പഴി കേൾക്കുമ്പോൾ നിങ്ങൾക്കപ്പോൾ രാഹുലിനോട് പറയാൻ പറ്റില്ലേ ഇങ്ങനെ ഈ നിലയിൽ കോൺഗ്രസ് എന്ന ബാനറിൽ പ്രത്യക്ഷപ്പെടേണ്ടതില്ല എന്ന്? അസിത, നിങ്ങൾ ഇനി ഈ ചോദ്യം തിരിച്ചും മറച്ചും വിട്ട് ചോദിച്ചാലും എന്റെ ഉത്തരം വളരെ കൃത്യമാണ്. CPM-ന് ചെയ്യാൻ പറ്റാത്ത, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പാർട്ടിയും കൈക്കൊള്ളാത്ത നിലപാട് ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയുടെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു നിലപാട് ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ല. CPM ഇന്നേ വരെ എടുത്തിട്ടില്ല, അവർക്ക് എടുക്കാൻ സാധിക്കൂല. അവരുടെ MLA-യും അവരുടെ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും പാർട്ടിക്കകത്തിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. CPM-ന്റെ മുൻ MLA ആയിരുന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാർ എന്ത് നിലപാട് അവർ സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിൽ കഴിയുകയാണ്. ഒരു ക്രിമിനൽ കേസ്, ഒരു കള്ളക്കടത്ത് കേസിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ആളെ ഇവരെന്ത് നിലപാടാ സ്വീകരിച്ചിട്ടില്ല? അസിതൊക്കെ എന്താ സനോജ്? എന്തായാലും രോഹിത്തിന്റെ കാര്യത്തിൽ എനിക്ക് വലിയൊരു ആശ്വാസമുണ്ട് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓൺ ചെയ്യുന്ന ഒരു പ്രസ്താവനവും രോഹിത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. സാധാരണ കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആ കാഴ്ചയല്ല കണ്ടത്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ആ നിലയിൽ ആക്രമിക്കുന്നതിനോട് നിങ്ങൾ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലല്ല, പാർട്ടിയുടെ നിലപാടാണെങ്കിൽ എല്ലാവരും ഒരുപോലെ പറയണമല്ലോ. ഞാനിതിനെ രോഹിത്തിന്റെ വ്യക്തിപരമായ നിലപാടായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അടൂർ പ്രകാശിന് പറയാൻ കഴിയാത്ത പാർട്ടിയുടെ നിലപാട് എങ്ങനെ രോഹിത് പറയും?
ആ ഞാൻ പ്രശ്നമുണ്ടല്ലോ ഇന്ത്യൻ രോഹിത്. നാഷണൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എന്റെ പാർട്ടി നിലപാടെ പറയാൻ ശരി പറ്റുള്ളൂ. ശരി ഞാൻ ശരി അത് ഓക്കെ. പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന മുതിർന്ന ഓരോ നേതാക്കൾക്കും ഓരോ നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ. സനോജ്, അപ്പോൾ ബാക്കിയൊക്കെ വ്യക്തിപരമാണ് സനോജ്, അവർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബാക്കി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും വ്യക്തിപരമാണ്. അതിനപ്പുറം കോൺഗ്രസിന് ഒരു റോളും എടുക്കാൻ കഴിയില്ല. അവിടെയാണ് മുൻപ് ലാൽകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസിനേക്കാൾ വലുതാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കണം എന്നൊരു സംശയം കൂടി സ്വാഭാവികമായും ഉണ്ടാകുന്നത് സനോജ്. ഞാനിതാ വീണ്ടും ആ പരാതിയുടെ ഗുരുതര സ്വഭാവത്തിലേക്ക്, രോഹിത് അതിൽ തൊട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ആ പെൺകുട്ടി അവരുടെ പ്രശ്നങ്ങൾ പറയാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെടുകയാണ്. വളരെ പതിയെ അവരെ ആശ്വസിപ്പിക്കുന്ന മട്ടിലും മറ്റു ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധിയെ വിശ്വസിച്ച ഒരാൾക്ക് എങ്ങനെ അയാളുടെ അടുത്തൊരു പരാതി പറയാൻ, ഒരു വിഷമം പറയാൻ ചെല്ലാൻ കഴിയും എന്നൊരു കാര്യം കൂടിയുണ്ട് സനോജ്. അതാണ് മുൻപ് പറഞ്ഞതുപോലെ ആ കൺസെന്റിനെ വളരെ വിദഗ്ധമായി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് അദ്ദേഹം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് ആവർത്തിക്കുന്നത്. അസിത, ഈ ചർച്ചയിൽ രോഹിത് അദ്ദേഹത്തിനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറയുന്നില്ല. അപ്പം അതിൽ അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ പറയുന്നു ഞങ്ങളിത് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു, അപ്പുറത്ത് പഴയ കുറേ MLA-മാരൊക്കെ പേരൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയുന്നത് തന്നെ ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം പാലക്കാട് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ കാണുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ കൊണ്ടുപോകുന്നത്. ഇവർ ഒരു ഭാഗത്ത് പറയുന്നു ഇയാൾ ചെയ്ത കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, കോൺഗ്രസിലെ തലമുതിർന്ന ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ പുറത്താക്കിയെന്ന ഒരു ഭാഗത്ത് പറയുന്നു. ഇങ്ങനെ പരാതി ഇല്ലാഞ്ഞിട്ട് പോലും ഇവർക്കുണ്ടായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ എന്തിനാണ് പിന്നെ കോൺഗ്രസിന്റെ വേദിയിൽ ആനയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയുന്നില്ല, ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ അതെ, എന്തുകൊണ്ടാണ് നിസ്സഹായത? അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരാണ് ഇപ്പം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ രോഹിത് പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ആ നിലയിൽ പരിഗണിക്കുന്നില്ല എന്ന്. എന്നാൽ രോഹിത്തിനേക്കാൾ വലിയ നേതാവാണല്ലോ ഇയാൾ. ആര്? കെ സുധാകരൻ. രോഹിത്തിനേക്കാൾ വലിയ നേതാവല്ലേ നമ്മുടെ അടൂർ പ്രകാശ്. ഇപ്പം കെ സുധാകരനും അടൂർ പ്രകാശും പറയുന്നത് ഏത് പാർട്ടിയുടെ നിലപാടാണ്? വേറെ പാർട്ടിയുണ്ടോ കോൺഗ്രസിനകത്ത്? ഇപ്പം കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ഈ നിലയിൽ നടത്തിയ പെരുമാറ്റം സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ഈ പാർട്ടിക്കുണ്ട്. കോൺഗ്രസ് പാർട്ടി അവിടെ ചിഹ്നം കൊടുത്ത് ജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോടുണ്ട്. അപ്പം ജനങ്ങൾക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും ഇങ്ങനെ നിൽക്കെ എന്തിനാണ് ഇയാളെ ഈ നിലയിൽ ന്യായീകരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഇപ്പോഴും ഈ ചർച്ചയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ചെയ്തിയെക്കുറിച്ച് പറയാൻ ഇയാൾ തയ്യാറല്ലല്ലോ. എല്ലാം ന്യായീകരിക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെയുണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? അതൊക്കെ ന്യായീകരണമാണ്. അപ്പം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആരെ ഭയന്നിട്ടാണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു പറ്റം ക്രിമിനലുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇവരുടെ വാർ റൂം അറിയാതെ ഒന്നും കേരളത്തിലെ കോൺഗ്രസിൽ നടക്കില്ല. അതുകൊണ്ട് ഭയന്നിട്ടാണ് VD സതീശന് ഒന്നും മിണ്ടാത്തത്. ഈ സമയമായിട്ട് VD സതീശൻ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ, ഒന്നും മിണ്ടില്ല. സതീശൻ മിണ്ടിക്കഴിഞ്ഞാൽ സതീശനെതിരായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടാവും. ഷാനിമോൾ മിണ്ടിയപ്പോൾ ഷാനിമോൾ അനുഭവിക്കേണ്ടി വന്നു. ഉമാ തോമസ് അഭിപ്രായം പറഞ്ഞപ്പോൾ ഉമാ തോമസ് അനുഭവിക്കേണ്ടി വന്നു. KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശ ടീച്ചർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്നു. ഇങ്ങനെ പരാതി പറയാൻ തയ്യാറായി മുന്നോട്ട് വന്ന പലരെയും സൈബർ ഇടത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. ആ ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പേജിൽ പോയിട്ട് വെല്ലുവിളി നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. കാരണം കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹാൻഡിലുകളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസിലെ KPCC പ്രസിഡന്റിൽ നിന്നും ഇവരുടെ പ്രതിപക്ഷ നേതാവിൽ നിന്നും മാറിയിട്ട് ഷാഫി അടങ്ങുന്ന ഒരു പറ്റം ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം ന്യായീകരിക്കേണ്ടി വരും. ഇതിനെല്ലാം ആവശ്യമായ എല്ലാ പിന്തുണയും ഇവർ കൊടുക്കും. ഇവർക്ക് പേടിയാണ്. പല കാര്യങ്ങളും പല സമയത്തും വിളിച്ചു പറയും. അല്ലേ, CPM-നെതിരെ എന്താ ആരോപണം ഉയർത്തിയത്? ഞാൻ ചോദിക്കട്ടെ,
ഇവർ കുറേ കാലമായിട്ട് മറ്റേയാൾക്കെതിരെ ഈ PK ശശിക്കെതിരെ എവിടെയാണ് പരാതിയുള്ളത്, എവിടെയാണ് FIR ഉള്ളത്, എന്താണ് ഈ പറയുന്നത്? വെറുതെ ഒരു ചർച്ചയിൽ വന്ന് അതും ഇതും വിളിച്ചു പറയുകയാണോ? പാർട്ടിക്കകത്ത് പല പരാതികളും വരും, അത് പല പരാതികളും വരും. ആ പരാതി പാർട്ടി പരിഗണിക്കണം, പാർട്ടി പരിഗണിക്കും. ഇനി പാർട്ടി ബാഹ്യമായിട്ടുള്ള പരാതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. ആ കേസ് എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ പാർട്ടി പോയിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ശബരിമല കേസ് ഇതിനോട് ബന്ധപ്പെടുത്തുകയാണ്. ശബരിമല കേസ് SIT അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം എന്താണ്? ആ സ്വർണ്ണ പാളിയുടെ മോഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നാണ്. അത് എത്ര ഉന്നതനായി കഴിഞ്ഞാലും ആ ഉന്നതന്മാർ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഉദ്യോഗസ്ഥലത്തിൽ നടന്നിട്ടുള്ള ഒരു അഴിമതി, ആ അഴിമതി അതാത് ഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നതിൽ ആ ഘട്ടത്തിൽ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. ആ കേസും ഇതും എങ്ങനെയാണ് ഒരുപോലെയാവുക? ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അനുഭവമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ FIR മറ്റേ ജാമ്യാപേക്ഷയിൽ ഒരു കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ മാത്രം ശബ്ദമല്ലല്ലോ പുറത്തു വന്നത്, ഒരു പെൺകുട്ടി മാത്രമല്ലല്ലോ, നിരവധി പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരികയല്ലേ. അപ്പോൾ നേരത്തെ തന്നെ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത വേറൊരു പെൺകുട്ടിയുടെ ശബ്ദമുണ്ട്. കുറേ കാലമായിട്ട് പ്രചാരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിക്കൊടുക്കുന്ന മറ്റു ചില വാർത്തകളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം ഒരു ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തത്. ഇത് പ്രണയമല്ല, ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമല്ല, ഇത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ക്രിമിനൽ ബുദ്ധി നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ഇതിന് തക്കതായ ശിക്ഷ കിട്ടേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തി ചെയ്യുന്ന ആളുകളെ കോൺഗ്രസ് നേതൃത്വം തള്ളി പറയുന്നതിന് പകരം സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, രണ്ട് കാര്യങ്ങൾ നോക്കൂ. ഇതിനു മുൻപും കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, രോഹിത് ഉൾപ്പെടെ ഇവിടെ പരാതി ഇല്ലാതിരുന്നിട്ടും എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതും ഒരു തരത്തിൽ കണ്ണിൽ പൊടിയിടലാണ്. VD സതീശൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ഞങ്ങളുടെ മുന്നിൽ വന്ന പരാതികളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം അറിഞ്ഞത് 3ഓ 4ഓ കേസാണെങ്കിൽ അതിനപ്പുറം പരാതികളുടെ മല VD സതീശന് മുൻപിൽ എത്തിയിട്ടുണ്ട്, റിനിയുടെ ഉൾപ്പെടെ. അപ്പോൾ അത്തരം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നടപടിയെടുത്തത്. എന്നിട്ടിങ്ങനെ പരാതി ഇല്ലാഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ ഈ ഉള്ളിൽ വന്ന പരാതികൾ സമൂഹത്തിൽ മറച്ചു വെക്കുക കൂടിയല്ലേ അവർ? ഇവിടെ ഒന്ന് രണ്ട് വിഷയത്തിന് ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്നത് ഞാൻ പറയാൻ തോന്നുന്നു. ഇവിടെ നമുക്ക് ഒരു പാർട്ടിയിലേക്ക്, ഇപ്പം CPM ഓ കോൺഗ്രസ്സോ BJP യോ ഏത് പാർട്ടി തന്നെ ആകട്ടെ, ആ പാർട്ടിയിൽ ഒരാൾ ഒരു സ്ത്രീയോട് മോശമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമായി ഇടപെടുന്നു. സാധാരണഗതിയിൽ ആ പാർട്ടിക്കകത്തായിരിക്കും പരാതി കൊടുക്കുന്നത്. അതിപ്പം മിക്കവാറും VD സതീശനായിരിക്കാം പരാതി കിട്ടുന്നത്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആയിരിക്കാം, ഗോവിന്ദ മാസ്റ്റർക്കായിരിക്കാം, അങ്ങനെയുള്ളവർക്കായിരിക്കും പരാതി കിട്ടുന്നത്. ഈ പരാതിക്ക് എപ്പോഴും ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, പിന്നെ റിക്കറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണോ? ഇപ്പോൾ ഒരു അബദ്ധത്തിൽ ഒരാളൊരു മോശം സാധനം ചെയ്ത്, സാറേ ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറയുക, അതവിടെ കഴിയും. ഈ ലോകമെമ്പാടും, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ CPM-നും കോൺഗ്രസ് മാത്രമല്ല, ലോകമെമ്പാടും ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകുന്നത്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ് നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾ പരിഹരിക്കുകയല്ലേ ചെയ്ത്, പരിഹരിക്കുന്ന കേസുണ്ട്. കാര്യം അഗ്രീവ്ഡ് പാർട്ടി ആരാണ്, വിക്ടിം ആരാണ്, അവർക്ക് വേണ്ട റിലീഫ് എന്താണ്? ഇത് വലിയൊരു ചോദ്യമാണ്. അവർക്ക് വേണ്ടത് ഇയാളെ ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ സംഘടനയിലുള്ള ആൾ നിലയ്ക്ക് നിർത്തും. ഇപ്പോൾ VK സനോജ് ആണെങ്കിൽ VK സനോജ് DFI അയാൾ ശകാരിച്ച് നിലനിർത്തും. അതേ സ്ഥാനത്ത് ഇത് പൊതുസമൂഹം അറിയേണ്ട രീതിയിലുള്ള ഒരു ക്രൈം ആണെന്നിരിക്കട്ടെ, VK സനോജിനോ അല്ലെങ്കിൽ ഈ പറയുന്ന KPCC അധ്യക്ഷനോ ബാക്കിയുള്ളവർക്ക് ഇത് പോലീസിലേക്ക് കൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട്. അതല്ലാത്ത പക്ഷം സ്വാഭാവികമായും ഇത് പരിഹരിക്കപ്പെടും. നമ്മൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട എന്തോരം പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് വന്ന പരാതികളാണോ? എല്ലാം പോലീസ് വന്നിട്ടൊന്നുമില്ല, വരത്തുമില്ല. അങ്ങനെ വരാനും പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേയൊക്കെ അങ്ങ് പോവും. അതങ്ങനെ തന്നെയാണ്. അതേ സ്ഥാനത്ത് ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാവിറ്റിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇതെല്ലാ സീമകളും ലംഘിച്ചു അസിത. ഇപ്പോൾ രോഹിത് ഇവിടെ പറഞ്ഞത്, രോഹിത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാനതിനെ കാര്യമായിട്ട് എടുക്കുന്നത്. ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാര്യം അദ്ദേഹത്തിന് ഒരു കണ്ടൻഷൻ വെക്കണമല്ലോ. ഇവിടെ സംഭവിക്കുന്നത് റേപ്പ്, അതുവഴി ഗർഭം എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ് അവിടെ അവസാനിക്കുന്നില്ല. അൺസയൻറ്റിഫിക്കായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് ആ കുട്ടിയെ കൊണ്ട് തീറ്റിക്കുകയാണത്.
ഇതിൽ പരം ഇത്രയും കാര്യം നടന്ന ഏതാ കേസുള്ള ഇവിടെ വേറെ? അതാ പറഞ്ഞു ഇതൊരു സ്റ്റാൻഡ് അലോൺ കേസ് എന്ന് പറഞ്ഞ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. കോൺഗ്രസ് ട്രീറ്റ് ചെയ്യണമെന്നോ CPM ട്രീറ്റ് ചെയ്യണമെന്നോ അല്ല, ഈ സമൂഹം ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇവരെ ഇത്രത്തോളം പിടിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ സാധാരണ പോകേണ്ട ഒരു വിഷയമല്ല. ഒരു കാര്യം കൂടെ പറയണം കേട്ടോ, ഈ ഇരയുണ്ടല്ലോ, ഇര ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് പറഞ്ഞ് കുറേ ഇത് നടക്കുന്നു. എനിക്കറിയത്തില്ല, അതിനും ചിലപ്പോൾ ശക്തി ഉണ്ടാവും. ഒരുപാട് പേര് മാധ്യമ പ്രവർത്തകർ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ പേര് പറയുന്നുണ്ട്. ഇന്ന് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു ഒരു പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു. നോക്കൂ, പറയുന്നതല്ല, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്നത്. ഗോവിന്ദ മാസ്റ്റർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ എന്താണ്? MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് സംസാരിച്ചത്. കാര്യം ഈ ഒഫൻസ് എവിടെ വരെ പോകുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒഫൻസിന്റെ പരമ്പരയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഇയാൾ രാജിവെക്കണം. ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യം അദ്ദേഹം അങ്ങനെ അല്ല പറഞ്ഞത്. കാര്യം എന്നാ, അത് അങ്ങനെയാണ്. ഇത് നമ്മുടെ മുന്നിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ, വസ്തുതകൾ വരുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ വരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികളുടെ പെരുന്നാളാണ്. AICCക്ക് പരാതി കൊടുക്കുന്നു, ലോകത്തുള്ളവരെല്ലാം പരാതി കൊടുക്കുന്നു. ആ സംഘടനയ്ക്കകത്ത് തന്നെ പൊറുതിയില്ല. നോക്കൂ, ഒരു വിഷയം ഉണ്ടാകുന്നു. ആ വിഷയം ഉണ്ടായിട്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്ത് വനിതാ നേതാക്കന്മാർ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ഒരൊറ്റ ആളും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അറിയോ അതെന്നാ മിണ്ടാത്തേ? കാര്യം ഈ സൈബർ കൂട്ടങ്ങൾ ഇവരെ ഇല്ലാതാക്കും. ആ രീതിയിലാണ് ഇതിനകത്ത് ഇടപെടലുണ്ടാകുന്നത്. ഒരു കാര്യം കൂടെ, അടുത്തത് ഉണ്ണിത്താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. വളരെ കറക്റ്റായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ണിത്താൻ്റെ. ഉണ്ണിത്താൻ അതിനകത്ത് CPMനെ കുറ്റം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ഉണ്ണിത്താൻ പറഞ്ഞെന്താ? ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത് ഇയാളെ സസ്പെൻഡ് ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലിലാണ് ഈ പ്രശ്നം പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ, ഇയാൾ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലാണ്. കോൺഗ്രസ്സുകാർ ഈ പറയുന്ന ആൾക്കാരല്ല ഇയാൾക്ക് വേണ്ട സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുക. ഇയാൾക്ക് സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ബാക്കി ലീഗിൻ്റെ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുക. ഇയാൾ കളത്തിൽ ഇറങ്ങണം. VD സതീശൻ്റെ മുന്നിൽ കൂടെ VD സതീശൻ ഇയാളെ ബോയ്ക്കോട്ട് ചെയ്യുമ്പം VD സതീശൻ്റെ മൂക്കിന് താഴെ ഇയാൾ പാലക്കാട് പ്രവർത്തിക്കും എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു കോൺഗ്രസ് പാർട്ടി ഇതിനകത്തുണ്ടായിരുന്നു. ഈ കോൺഗ്രസിനകത്തെ കോൺഗ്രസ്. രോഹിത് പറഞ്ഞില്ലേ ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന്. അടൂർ പ്രകാശ് ഒന്ന് പറയുന്നു, K മുരളീധരൻ ഒന്ന് പറയുന്നു, സുധാകരൻ ഒന്ന് പറയുന്നു, VD സതീശൻ മറ്റൊന്ന് പറയുന്നു. ഇതിനകത്ത് ഏതാ കോൺഗ്രസ്? നമ്മൾ ഇതിനകത്ത് ആരെയാ കോൺഗ്രസ് ആയിട്ട് എടുക്കണ്ടേ? ഇവർ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്താലും ഇവരെല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഒരു നിലപാടായിട്ട് ഒറ്റൊരെണ്ണം പോലും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫ്രെയിം ചെയ്തതാണെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അങ്ങനൊരു കാര്യം മറ്റൊരാൾ VD സതീശൻ പറഞ്ഞിട്ടില്ല, ബാക്കി ആരും പറഞ്ഞിട്ടില്ല. മുരളീധരൻ പറഞ്ഞ് ഇതുകൊണ്ട് സ്വർണ്ണക്കടത്ത് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. ശരി, ഇതുകൊണ്ട് ആ കേസ് പോകുന്ന ആരും പറഞ്ഞില്ല. ചുരുക്കത്തിൽ പറഞ്ഞ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണെന്ന് കോൺഗ്രസിനകത്തും ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ ഇതിനകത്തൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. VD സതീശൻ ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൽ നമ്മൾ ആശാസമരത്തിൽ കണ്ടതല്ലേ, ഇയാൾ പോയി കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് VD സതീശൻ തീരുമാനമെടുത്തു. അതിന് മൂക്കിന് താഴെ കൂടെയാണ് ഈ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും, കോൺഗ്രസിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാം പോകുന്നു. ഇയാൾ അവിടെ പോയി കളം തിരിച്ച് പാലക്കാട് പിടിക്കുക എന്നുള്ളത് അത് ഷാഫി പറമ്പിലിൻ്റെയും ഇവരുടെയും കൂട്ടറെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഷാഫി പറമ്പിലോ അങ്ങനെ ആൾക്കാരറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസിനകത്ത് ഇത്രയും കളം ഇവിടെ പാലക്കാട് കിട്ടത്തില്ല. അത് മനസ്സിലാക്കാൻ നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി അയാളുടെ കൂട്ടത്തിൽ നിന്നു എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ നിന്നത് അതിൻ്റെ ഈ തള്ളിപ്പാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. ഉണ്ണിത്താൻ പറഞ്ഞ പോയിന്റിന് പ്രസക്തി അതാ ഉണ്ടാകുന്നത്. അപ്പോൾ കുഴപ്പം എന്താ? നിങ്ങൾ എല്ലാ തോന്നിവാസം ചെയ്ത് കഴിഞ്ഞിട്ട് ഗർഭം അലസിപ്പിക്കുന്നു, ഗർഭത്തിന് ഗുളിക കൊടുക്കുന്നു, ഇത് പോകുന്നു, അശാസ്ത്രീയമായി ചെയ്യുന്നു, അവരൊരു ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. ഇയാൾ മാന്യൻ. അത് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് അഗ്രീവ്ഡ് പാർട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. അത് VD സതീശന് പോലും സഹിക്കാൻ പറ്റത്തില്ല. VD സതീശനിട്ടുള്ള പണിയാണ് യഥാർത്ഥത്തിൽ ഈ നടന്ന കാര്യങ്ങൾ മൊത്തം. കാര്യം എന്താ? VD സതീശൻ ഒരു നിലപാടെടുക്കുന്നു, മാറ്റി നിർത്തണമെന്നുള്ള നിലപാടെടുക്കുന്നു. ആ നിലപാടെടുത്തതിൽ ഹോൾഡ് ഓൺ ചെയ്യാൻ VD സതീശന് പറ്റിയില്ല. കാര്യം പറ്റിച്ചില്ല കോൺഗ്രസിനകത്ത്. VD സതീശൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരെല്ലാം പറഞ്ഞത്. അപ്പോൾ VD സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വഴി സംഭവിച്ച കോൺഗ്രസിനകത്ത് VD സതീശനെ മാറ്റി ഒതുക്കി നിർത്താൻ ഒരു കാര്യം ഉണ്ടായി. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഇവരെ മാറ്റി നിർത്തണമെന്ന്. കാര്യം എന്നറിയോ? രമേശ് ചെന്നിത്തലയുടെ ക്യാൻഡിഡേറ്റ് അല്ല രാഹുൽ മാങ്കൂട്ടം. അബിൻ വർക്കിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ക്യാൻഡിഡേറ്റ്. അബിൻ വർക്കിയെ ഓടി നടന്ന് ഇവരെല്ലാം കൂടെ വെട്ടി. അതും കൂടെ ചേർത്ത് വായിക്കണം. രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിക്കണം.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് അബിൻ വർക്കിയെ അയാളായിരുന്നു എൻ്റെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്, അയാളെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ മാറ്റി ഇവർ വേറെ ആളെ കൊണ്ടുവന്നു. ഇത് പറഞ്ഞല്ലോ, അതാ ഈ സംഘടനയ്ക്കകത്ത് നടക്കുന്ന ഇതൊരു പീഡന പരാതി മാത്രമല്ല, സംഘടന ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടി ഇതിനകത്ത് വ്യക്തമായി മനസ്സിലാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാലേ ഇതിനകത്ത് കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. രോഹിത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രോഹിത് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. രോഹിത് ഏത് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു? KPCC പ്രസിഡന്റ് പറഞ്ഞാണോ പറഞ്ഞത്? K മുരളീധരൻ പറഞ്ഞാണോ പറഞ്ഞത്? 50,000 പേരും 50,000 അല്ലെങ്കിൽ 60,000 അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പിന്നെ അതാണ് കോൺഗ്രസ്. എന്നിട്ട് പറയാം പ്ലൂറാലിറ്റിയാണ് കോൺഗ്രസ്, പറയുന്നവർക്കെല്ലാം ഇഷ്ടമുള്ളപോലെ പറയാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം, ഒരു ജനാധിപത്യ വിഷയത്തിൽ വേണമെങ്കിൽ പറയാം. ഇത് അങ്ങനെ ഒരു ജനാധിപത്യ വിഷയമല്ല, ഇതൊരു ക്രൈമാണ്. ഒരു ലോ മേക്കർ കോൺസ്റ്റിറ്റ്യൂഷനെ തൊട്ട് സത്യം ചെയ്ത് ഈ പറയുന്ന ലോ മേക്കിംഗ് ബോഡിക്കകത്ത് വന്ന ആള് ആ ഒഫൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒഫൻസിന് ഗ്രാവിറ്റി കൂടുന്നത്. അങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 16,000 അഭിപ്രായം പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് മുങ്ങാൻ പറ്റില്ല. അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഞാൻ നിർത്തി. ശരി. AM രോഹിത്തിലേക്ക്. രോഹിത്, 2 കാര്യങ്ങൾക്ക് മറുപടി വേണം. ഒന്ന്, ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന BJP CPIM ഗൂഢാലോചന, അത് രാഹുലിന്റെ മാത്രം വാദമാണോ? കോൺഗ്രസിനും അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? 2, കോൺഗ്രസ് ജയിപ്പിച്ച പാലക്കാട്ടെ MLA ജനങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? 2 ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതിന് മുമ്പേ ഞാനൊരു തർക്ക വിതർക്കത്തിലേക്ക് ഏതായാലും പോകുന്നില്ല. ഇവിടെ ലാൽകുമാറെ പിന്നെ കുറെ സാങ്കല്പിക കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഗ്രാവിറ്റി ഒഫൻസിനെ കുറിച്ചിട്ടാണ് ലാൽകുമാർ പറഞ്ഞത്. ഗ്രാവിറ്റിയാണ് കേസിന്റെ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഒരു കേസിന്റെ ഗ്രാവിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പിന്നെ ആ കേസിന്റെ ഗൗരവത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 2 ചോദ്യം ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. ഈ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജയിലിൽ പോയ പത്മകുമാർ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആ ഗ്രാവിറ്റി എങ്ങനെയാണ്? കേസിന്റെ ഗ്രാവിറ്റി എങ്ങനെയാണ്? 20 വർഷക്കാലം കോടതി ശിക്ഷിച്ച ഒരാൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ കേസിന്റെ ഗ്രാവിറ്റി എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ ഇരട്ട നീതി നടപ്പാക്കരുത്. നിങ്ങൾക്ക് പറയുമ്പോൾ അതിനകത്തൊരു ധാർമ്മികത ഉണ്ടാകണം. ഞങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ കൈ ശുദ്ധാണെന്ന് നിങ്ങൾ ആദ്യം പറയണം. ഞാൻ സനോജനും കൂടിയുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ നടപടി എടുത്ത ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ വിഷയത്തിലൊന്നും ഒരു നടപടി പോലും സ്വീകരിക്കാതെ ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി വരുമ്പോ അതിന് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ചോദിച്ചതുപോലെ വളരെ കൃത്യമാണ്. കേസ് അതിന്റെ വഴിക്ക് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് KPCCയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ പാർട്ടിയുടെ നിലപാടുമായിട്ട് കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ ആ തലത്തിൽ KPCC ആലോചിച്ച് ഈ കാര്യം കൂടി രോഹിത്, കോൺഗ്രസ് ജയിപ്പിച്ച MLA ആണ്, അദ്ദേഹത്തെ ഒന്ന് കാണണം പാലക്കാട് ജനതയ്ക്ക്. എങ്കിൽ ഇനി എന്ത് ചെയ്യണം? MLA ഓഫീസിൽ ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനോട് ചോദിക്കുകയല്ലേ തരമുള്ളൂ. അസിത, അതിനൊന്നും മറുപടി ആഗ്രഹിക്കാത്ത ചോദ്യങ്ങളാണ്. അതെന്താണ് രോഹിത്തെ മറുപടി അർഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്? തെരഞ്ഞെടുത്ത ആളുകൾക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ചോദിക്കുന്നതാണോ മറുപടി? കഥയില്ലാത്ത ചോദ്യം ചോദിക്കരുത് അസിത, കഥയില്ലാത്തൊരു ചോദ്യം ചോദിക്കരുത്. ഞാൻ ചോദിച്ചതിനൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ലാതെ എന്നോട് ചോദ്യം ചോദിച്ചു. സരോജിനോട് ആ ചോദ്യം കൈമാറിയിരുന്നു. അത് രോഹിത് കേട്ടതല്ലേ? ഇനി എന്റെ ചോദ്യം, ഇപ്പോൾ ഞാൻ പാലക്കാട് വോട്ടറല്ല എങ്കിൽ പോലും പക്ഷെ എങ്കിൽ പോലും രോഹിത്, ഈ ചർച്ച കാണുന്ന പാലക്കാട് ഒരുപാട് വോട്ടർമാരുണ്ടായിരിക്കുമല്ലോ. അവർക്ക് അവരുടെ ജനപ്രതിനിധി ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യും? MLA ഓഫീസിൽ പോയാൽ ഇല്ല, പിന്നെ ജയിപ്പിച്ച പാർട്ടിയോടല്ലേ ചോദിക്കാൻ പറ്റൂ? വളരെ വേഗം. അതൊന്നും മറുപടി അറിയിക്കാത്ത ചോദ്യങ്ങളാണ്. മറുപടി സനോജ് പറഞ്ഞോളൂ. സനോജ്, അപ്പോൾ MLA ഇനി എങ്ങനെ കാണണം എന്നുള്ളത് മറുപടി അർഹിക്കാത്ത ചോദ്യമാണ് എന്ന് പറയുമ്പോൾ ആ MLA ജയിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് കോൺഗ്രസിൽ ഇപ്പൊ എത്തിപ്പെട്ടൊരു ഗതികേട്. ഇപ്പൊ രോഹിത്തിനെ പറഞ്ഞ കാര്യം രോഹിത് ഇപ്പൊ എന്ത് പറയും? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഈ രാഹുലടങ്ങുന്ന ഈ ക്രിമിനൽ സംഘം എവിടെ എത്തിച്ചു എന്നതിൻ്റെ ഉത്തരമാണിപ്പോൾ ഈ നിസ്സഹായാവസ്ഥ. ഈ നിസ്സഹായാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എന്തുകൊണ്ട് അധപ്പതിച്ചു പോയി? ഇതാണ് ഇവിടെ ഗൗരവമായ പ്രശ്നം. പിന്നെ അസിത, ഇവിടെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ തുടങ്ങിയത്, ഇത് സമാനതകളില്ലാത്തൊരു കേസാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടും ആ തെളിവുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നിഷേധിക്കാൻ ഇതുവരെ ഈ രാഹുൽ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ സംഭവം മറ്റ് ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇത് ചെറുതാക്കി കാണിക്കാനുള്ള ഒരു വലിയ നീക്കം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ശബരിമല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? പത്മകുമാർ CPM നേതാവായിരുന്നു.
ആ ആള് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് പോലീസ് SIT കണ്ടെത്തിയിട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് സമാനമായ കേസല്ലല്ലോ രാഹുലിൻ്റെമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെളിവുകളാണ് പുറത്തു വന്നത്. രാഹുലുമായി ബന്ധപ്പെട്ട കേസിനെ എങ്ങനെയാണ് ശബരിമലയിലെ ഈ കാര്യവുമായിട്ട് താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയുക? ഇവരെ അലട്ടുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ ഗൗരവമായ കേസിന് പിന്നാലെ പോയപ്പോൾ ഇവർ കുറേ ദിവസമായി ഊതി വീർപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ശബരിമല പ്രശ്നം വിട്ടുപോകുന്നു എന്നൊരു പേടിയാണ് ഇവർക്ക്. അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ശബരിമല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ ശബരിമലയൊക്കെ പറഞ്ഞ കാലം 2021 ഉണ്ടായിരുന്നല്ലോ. 2021 ഇവർ ശബരിമല തന്നെയല്ലേ പറഞ്ഞത്. 2020 ശബരിമലയെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ പല ഘട്ടങ്ങളിലും ശബരിമലയും സ്വർണ്ണക്കടത്തും ഇതെല്ലാം പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇതൊന്നും ചർച്ച ചെയ്യാനല്ല അസിത. ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളല്ല. ഞങ്ങൾ വെക്കുന്ന ചർച്ച കേരളത്തിൻ്റെ വികസന കാര്യങ്ങളാണ്. പവർ കട്ടില്ലാത്ത കേരളം, അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള കേരളം, എന്തെല്ലാം നേട്ടങ്ങളാണ്. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ആരോഗ്യ സംവിധാനമുള്ള കേരളം, എല്ലാ ഇടങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ വരുന്നു, ആശുപത്രികൾ വരുന്നു, സ്കൂളുകൾ മെച്ചപ്പെടുന്നു, എല്ലാ ഘട്ടത്തിലും പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് നേരത്തെ എത്തിച്ചു കൊടുത്ത ഈ നാട്, പവർ കട്ടില്ലാത്ത ഈ നാട്, അതുപോലെ ദേശീയപാത വികസനം പൂർത്തീകരിച്ച അനുഭവം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച അനുഭവം, വമ്പൻ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപ കേരളത്തിൽ ആദ്യമായിട്ട് കൊടുത്ത സംസ്ഥാനം. ഇങ്ങനെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുത്തു, അംഗൻവാടിക്കാരുടെ, ആശമാരുടെ, അതുപോലെ തന്നെ വിവിധ സ്കീം വർക്കേഴ്സിൻ്റെ എല്ലാം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൽ പോകുന്നത്. അല്ലാതെ സാങ്കല്പിക കഥകൾ ഒരുപാട് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സാങ്കല്പിക കഥകളൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഒളിവിൽ കഴിയുന്ന MLA ക്ക് അയച്ചു കൊടുക്കാം. അഡ്രസ്സ് കിട്ടിയാൽ അദ്ദേഹത്തിന് നേരം പോക്കാകുമല്ലോ. അല്ല, അദ്ദേഹം അത് പറഞ്ഞോട്ടെ. നോക്കൂ, രോഹിത്തിന് അത് പറയുന്നതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞത് ജനങ്ങളോടാണ് പറഞ്ഞത്. എൻ്റെ എൻഗേജ്മെൻറ്റ് ജനങ്ങളുമായിട്ടാണ്. ഇതിനകത്ത് പറഞ്ഞ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് എന്ന് പറയുന്ന വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി കൂടെ ഞാൻ വരുത്താം. രണ്ടും രണ്ടാണ്. ഒരു മോഷണ കേസിലെ ഗ്രാവിറ്റി പോലെ അല്ല ഇതിനകത്ത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണെന്നറിയോ? നോക്കൂ, ഒരു മോഷണ കേസ് സംഭവിക്കുകയാണ്. എൻറ്റയർ സാധനം പ്രൂവ് ചെയ്യേണ്ട പ്രോസിക്യൂഷനാണ് മൊത്തം കാര്യം. അതറിയോ? ഈ സ്ത്രീയുടെ റേപ്പിൻ്റെ കേസിൽ ഒരു പ്രൈമ ഫേസ് കേസ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ബേർഡൻ ഇയാടയിലാണ്. എന്ത് കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ആരാ പ്രൂവ് ചെയ്യണ്ടേ? ഞാൻ കൺസെൻറ്റോട് കൂടിയാണ് ഈ കുട്ടിയുമായി സെക്സ് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യേണ്ട രാഹുൽ മാങ്കുട്ടോവാ. മറ്റേ കേസിനകത്ത് അതില്ല. പത്മകുമാർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഇൻ ആൻഡ് ഔട്ട് അയാൾ തന്നെ, പ്രോസിക്യൂഷൻ തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ഈ കേസ് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സ്ത്രീകളും സ്ത്രീകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇയാളിലേക്ക് ഓണസ് വെച്ചിരിക്കുന്നത്. കൺസെൻറ്റ് ഉണ്ട് എന്ന് ആര് പ്രൂവ് ചെയ്യണം? രാഹുൽ മാങ്കുട്ടം പ്രൂവ് ചെയ്യണം. നിയമം എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? സൊസൈറ്റി അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഗ്രാവിറ്റിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കാര്യം മോഷ്ടിച്ചു, പോലീസ് പ്രൂവ് ചെയ്യണം നിങ്ങൾ മോഷ്ടിച്ചോ ഇല്ലയോ എന്ന്. പക്ഷേ ഇതങ്ങനല്ല. റേപ്പ് കേസിനകത്ത് ഞാൻ ഈ കുട്ടിയെ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് ഇയാളൊരു കേസ് ഇയാൾക്ക് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരണം. കാര്യം ഞാൻ പോയപ്പോൾ എനിക്ക് ഇയാൾ പെർമിഷൻ ഉണ്ടായിരുന്നു, ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ഇയാൾ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൺസെൻറ്റ് എന്നുള്ളതാണ്. കൺസെൻറ്റ് ഇയാൾ പ്രൂവ് ചെയ്യണം. ആ ബേർഡൻ ഇയാൾ ഹെവിയാണ്. ആ കുട്ടിയുടെ മൊഴി കിടക്കുകയാണ്. എന്താണ്? എന്നെ ഇയാൾ റേപ്പ് ചെയ്തില്ലെന്നുള്ളത് എങ്ങനെ ഇയാൾ കൊണ്ടുവരിക? ഇയാളുടെ എവിഡൻസിൽ ഇയാൾ അത് കൊണ്ടുവരണം. അതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാ പറഞ്ഞ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് പറഞ്ഞാൽ ഞാൻ വളരെ കണക്കൂട്ടി തന്നെ പറഞ്ഞാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആ കാര്യം അറിയാം. ഞാൻ നിർത്തി. ശരി, ഓക്കെ. വളരെ നന്ദി VK സനോജ്, AM രോഹിത്, അഡ്വക്കേറ്റ് LR കുമാർ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.